ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. പാടിയൊട്ടിച്ചാൽ കിസാൻ സർവീസ് സൊസൈറ്റി യൂണിറ്റ് രൂപീകരണ യോഗം സംഘടിപ്പിച്ചു. പി രാമചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. എം.വി. കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ജോസ് തയ്യൽ ഉദ്ഘാടനം നിർവഹിച്ചു. സെബാസ്റ്റ്യൻ ചിറ്റാരിക്കാൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കെ.വി. രവീന്ദ്രൻ മുണ്ടയിൽ നന്ദി രേഖപ്പെടുത്തി. നിരവധി കർഷകർ യോഗത്തിൽ പങ്കെടുത്തു. അവരെ ബോധവാന്മാരാക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ സന്നദ്ധരായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ സംഘടനയുമായി സഹകരിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ ജാതിമതത്തിൻ്റെയോ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്ത് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അത് അവരിലെത്തിക്കാനും അവരെ പഠിപ്പിക്കാനും അവരെ ബോധവാന്മാരാക്കി അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുക്കാനും പറ്റുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള സജ്ജരായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഇതുപോലൊരു മീറ്റിംഗ് കൂടിയിരുന്നു. അന്ന് തയ്യൽ ജോയ് സാറ് വരാമെന്ന് നമ്മളോട് സമ്മതിച്ചാണ്. പക്ഷേ നമ്മളതിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് സാറിന് ഇന്ന് വരേണ്ടതില്ല, അടുത്ത ദിവസം നമുക്ക് വെക്കാമെന്ന് പറഞ്ഞ് മാറ്റിയൊക്കെ ചെയ്ത്. എന്നിപ്പോൾ നമ്മൾ ഒരു 10-60 ആള് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതാണ് ആലോചിച്ചത്. ആ രീതിയിൽ പ്ലാൻ ഏറ്റവും സെറ്റ് പറയാൻ പറ്റാവുന്ന ആൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് ഈ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സംഘടന നിലവിൽ വന്നായി പ്രഖ്യാപിക്കുക, അതോടൊപ്പം ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കുക. നമ്മുടെ ഈ വിശദീകരിക്കാൻ പറ്റിയ ആളുടെ ഉണ്ടാവും. സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് പോകാൻ ഉണ്ടാകും. ഇതിനെപ്പറ്റി കൂടുതൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം സംഘടനയെ പറ്റി ഞാൻ കേട്ടത് മാത്രമേ ഉള്ളൂ, എനിക്ക് പങ്കെടുത്ത് കഴിയുമെന്നില്ല. പക്ഷെ കേട്ടപ്പോൾ കൊള്ളാവുന്ന ഏർപ്പാടാണ് എന്ന് തോന്നിയിട്ടാണ് ഞാൻ വന്നത്. ഇതിപ്പോൾ ഞങ്ങൾക്ക് വന്ന ഇതിൻ്റെ ആൾ പങ്കാളിത്തം നോക്കിയാൽ അറിയാം. നമ്മളിതിന് ക്ഷണിച്ചതിൽ ഒരു പരിഗണന മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒന്ന്, താല്പര്യം ഉണ്ടാകണം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. മറ്റൊന്ന്, വലിയ ലാഭം പ്രതീക്ഷിക്കുന്നതാണ്. 5 വെച്ച് 10 കിട്ടുന്ന പരിപാടിയല്ല. ഇത് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രസ്ഥാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ ബന്ധപ്പെട്ടിട്ട്. കിസാൻ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന അതിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ അർത്ഥങ്ങൾ കിടപ്പുണ്ട്. കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകൻ, കർഷകന് സർവീസ് കൊടുക്കുന്ന, സേവനം ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ്, ഒരു സംഘമാണ് കിസാൻ സർവീസ് സൊസൈറ്റി. ഇതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റി. ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കുന്ന പ്രസ്ഥാനമല്ല, ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് കിസാൻ സർവീസ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി, രജിസ്ട്രേഷനോട് കൂടിയാണ് നിങ്ങളുടെ യൂണിറ്റ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. ഓരോ യൂണിറ്റും ഇൻഡിപെൻഡൻറ്റ് NGO ആണ്, സ്വയംഭരണ അധികാരമുള്ള യൂണിറ്റാണ്. നിങ്ങളിവിടെ 25-30 പേര് ഒരുമിച്ച് കൂടി ഒരു യൂണിറ്റ് രൂപീകരിച്ച് നിങ്ങളുടെ സ്വന്തമാണ്. മറ്റ് യൂണിറ്റ് പ്രവർത്തിച്ചാൽ അത് അവരുടെ സ്വന്തമാണ്. അപ്പോൾ ഇവിടെയുള്ളവർക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ തന്നെ ഇരുന്ന് പ്ലാൻ ചെയ്ത് അതിന് വേണ്ടുള്ള പദ്ധതികൾ കണ്ടെത്തുകയാണ്. ഇതിനൊരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിന് മേൽഘടകങ്ങളുണ്ട്. നിങ്ങളോട് ഉൾക്കൊള്ളുന്ന ഒരു ജില്ലാ കമ്മിറ്റിയുണ്ട്. കണ്ണൂർ ജില്ലയിലെ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ ജില്ലാ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർ കൂടിയായ ചാക്കോ സാറാണ് ഇതിൻ്റെ ജില്ലാ പ്രസിഡന്റ്. ഒരു യൂണിറ്റിൽ നിന്ന് ഒരു ഭാരവാഹിയാണ് ജില്ലയിലേക്ക് വരിക. അപ്പോൾ അടുത്ത ജില്ലാ തിരഞ്ഞെടുപ്പ് ഈ അടുത്ത ജനുവരി ഫെബ്രുവരി നടക്കുമ്പോൾ നിങ്ങളുടെ യൂണിറ്റിൽ നിന്ന് ഒരു പ്രാതിനിധ്യം ജില്ലയിലുണ്ടാകും. ജില്ലയുടെ ജനറൽ സെക്രട്ടറി മാതമംഗലം യൂണിറ്റിൽ ഉള്ള വ്യക്തിയാണ്. അങ്ങനെ വിവിധ യൂണിറ്റിൽ നിന്നാണ് ജില്ലാ കമ്മിറ്റി വരിക. ജില്ലകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്റ്റേറ്റ് കമ്മിറ്റി നമുക്കിതിനുണ്ട്. 14 ജില്ലയിലും അടങ്ങുന്ന ഭാരവാഹികൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്റ്റേറ്റ് കമ്മിറ്റി. അതിൻ്റെ സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റ് കോട്ടയം ജില്ലയിലെ പാല എന്ന് പറയുന്ന സ്ഥലത്തെ മീനച്ചിൽ യൂണിറ്റിൻ്റെ പ്രസിഡന്റാണ്, ജോയി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. സ്റ്റേറ്റിൻ്റെ ജനറൽ സെക്രട്ടറി എറണാകുളം ജില്ലയിൽ കരുമാളം എന്ന് പറഞ്ഞ യൂണിറ്റിൽ നിന്നുള്ള ജയകുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് സ്റ്റേറ്റിൻ്റെ ജനറൽ സെക്രട്ടറി. സ്റ്റേറ്റിൻ്റെ ട്രഷറർ കാസർഗോഡ് ജില്ലയിലെ ഉദുമ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് അബ്ബാസ് കള്ളട്ടറയാണ്. 14 ജില്ലയിൽ നിന്നും ഒരു സ്റ്റേറ്റ് ഭാരവാഹിയുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സ്റ്റേറ്റ് ഭാരവാഹി ഒരു വൈസ് പ്രസിഡന്റ്, കണ്ണൂർ യൂണിറ്റിൽ നിന്നുള്ള, കണ്ണൂർ ടൗൺ യൂണിറ്റിൽ നിന്നുള്ള ജോസഫ് സാറാണ്. അങ്ങനെ 14 ജില്ലയിൽ നിന്നും സംസ്ഥാന ഭാരവാഹികൾ ഓരോരുത്തരുണ്ട്. ഒരു വനിതാ വിംഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമുണ്ട്. അങ്ങനെ 15 അംഗ ഭരണസമിതിയാണ് കേരള സംസ്ഥാന ബോർഡ് എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു ദേശീയ കമ്മിറ്റി നമുക്കുണ്ട്. ഇന്ന് ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപ് അടക്കം 12 സ്റ്റേറ്റുകളിൽ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ സ്റ്റേറ്റ് കമ്മിറ്റികളുണ്ട്, ഡൽഹി അടക്കം. അപ്പോൾ ഈ 12 സ്റ്റേറ്റിൽ നിന്നും ഓരോ പ്രതികൾ ഉൾക്കൊള്ളുന്ന ഒരു നാഷണൽ കമ്മിറ്റി കിസാൻ സർവീസ് സൊസൈറ്റിക്കുണ്ട്, ദേശീയ ലെവലിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ തലത്തിലേക്കും കിസാൻ സർവീസ് സൊസൈറ്റി വ്യാപിച്ചു.
ഇപ്പോൾ നമുക്ക് 11 രാജ്യങ്ങളിൽ ഇതിൻ്റെ ചാപ്റ്ററുകളുണ്ട്. അവിടെ യൂണിറ്റുകൾ നല്ല അറിയപ്പെടുക, അവിടെ കിസാൻ സർവീസ് സൊസൈറ്റി നല്ല അറിയപ്പെടുക, KSS ഇൻ്റർനാഷണൽ എന്നുള്ള പേരിൽ നമുക്ക് ഇൻ്റർനാഷണൽ ചാപ്റ്ററുകളുണ്ട്. 4 ഗൾഫ് രാജ്യങ്ങളിലുണ്ട്, സൗദി, ഖത്തർ, UAE, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലും, അമേരിക്കയിലും കാനഡയിലുമുണ്ട്. 4 യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്, UK, ഫ്രാൻസ്, ഇറ്റലി, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലും. ഈ കഴിഞ്ഞ ഒരു 2 മാസം മുന്നിൽ തായ്ലൻഡിൽ വെച്ച് ഇതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ കോൺക്ലേവ് തായ്ലൻഡിൽ വെച്ച് നടത്തും. 11ാമത്തെ രാജ്യമായി തായ്ലൻഡിലും നമുക്കൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ഇതിനുണ്ട്. അപ്പോൾ നിങ്ങൾ അംഗങ്ങളാകാൻ പോകുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു പ്രാദേശിക സ്ഥലത്തെ ഒരു കമ്മിറ്റിയിൽ മാത്രമല്ല, നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് ജില്ലയുണ്ട്, സംസ്ഥാനമുണ്ട്, ദേശീയമുണ്ട്, ഇൻ്റർനാഷണൽ. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.